കൊല്ലാൻ ശ്രമിച്ചാലും ചാകത്തില്ല. ഇനി കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പടി ചവിട്ടാൻ പാടില്ല. ഞാനും ഫൈനാൻസിയേഴ്സിലേക്ക് വന്നാലോ എന്ന് ആലോചിക്കുക. ഹലോ, അങ്ങനെ മഹാലക്ഷ്മിയിൽ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ചുമ്മാ ആളിക്കത്തുവാണ് പ്രേക്ഷകരെ. ഒരു രക്ഷയില്ലാത്ത കത്തലാട്ടോ. നമ്മുടെ ഉണ്ണി കമ്പനിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ ചിലപ്പോൾ നമ്മുടെ മഞ്ജു വിളിപ്പിക്കുന്നുണ്ട്. മഞ്ജു വിളിപ്പിച്ചിട്ട് ആ ഡിസ്മിസൽ ലെറ്റർ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഉണ്ണിയാണെങ്കിലും ഭയങ്കരമായിട്ട് നമ്മുടെ മഞ്ജുവിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. മഞ്ജു പറയുന്നുണ്ട്, ഞാനല്ല തീരുമാനം എടുത്തത്, ഏട്ടത്തിയല്ലേ ഇതിന്റെ ഓണർ, ഇപ്പോൾ ഏട്ടത്തിയെ പറഞ്ഞിട്ടാ ഞാനിത് തന്നേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഉണ്ണി അപ്പൊ തന്നെ നമ്മുടെ മഹാലക്ഷ്മി വിളിച്ചിട്ട് പറയുക, ഭരണമൊക്കെ നിനക്ക് ഒറ്റയ്ക്കാണെങ്കിലും നിനക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എങ്ങനെ ധൈര്യം വന്നടി എന്നൊക്കെ ചോദിച്ച് നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത് ഇങ്ങനെ വെറുതെ ചൂടാകുവാട്ടോ. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എടാ മര്യാദ വാ പൂട്ടിയിരുന്നോ, നാളെ മുതൽ ആ കമ്പനിയുടെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുത് എന്ന് നമ്മുടെ ഉണ്ണിനോട് പറയുകയാണ്. അപ്പൊ ഉണ്ണിക്ക് ഇത് ഇരുട്ടടി കിട്ടിയ പോലെ ആയിട്ടുണ്ടേ. ഇത് തിരിച്ചു വന്നിട്ട് നമ്മുടെ കമലേശ്വരത്ത് എല്ലാവരോടും പറയുന്നുണ്ട്. അവിടെ വലിയ സീനാവുകയാണ്. പിന്നെ നമ്മുടെ കണ്ണ് വരുമ്പോൾ തന്നെ ദുർഗാമ്മ വന്നിട്ട് പറയുന്നുണ്ട്, എടാ അവളെ പോലെ തന്നെയാണ് അവളുടെ കുഞ്ഞും, അവളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഒരിക്കലും ചാകാത്തത്, അതുപോലെ തന്നെ നശിച്ച ഒരു കുഞ്ഞുമാണ് അവളുടെ വയറ്റിലുള്ളത് എന്നും പറയാണ്. അപ്പൊ കണ്ണൻ ഇതൊക്കെ കേട്ടിട്ട് ഉള്ളിലങ്ങാട് തളച്ച് മറിയുന്നുണ്ടേ. ലാസ്റ്റ് നമ്മുടെ കരുണ മാറിയതാണോ എന്ന് അറിയില്ല. കരുണ വന്നിട്ട്, കണ്ണേട്ട ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നല്ല മനസ്സോടുകൂടി മാറിയതിന് ശേഷമാണോ ആ ചോദ്യം, അല്ലെങ്കിൽ ആ കമ്പനിയിൽ കയറി കുട്ടിച്ചോറാക്കാനാണോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം കേട്ടോ. എന്തായാലും കാത്തിരുന്നതിനെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.